ജാസ്മിൻ മൈക്ക് ഊരി വെച്ച് ഗബ്രിയോട് എന്തോ പറയാനൊരുങ്ങുന്നു. അത് കണ്ട് ഓടി വന്ന ജിൻഡോ മൈക്കിടടി, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. അപ്പോൾ പറ്റത്തില്ല മൈക്കിടാൻ, താൻ കൊണ്ടുപോയി കേസ് കൊടുക്കടോ, താൻ പോടോ എന്നും പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ് ജാസ്മിൻ ചെയ്തത്. മൈക്ക് എടുത്തിടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജിൻഡോനോട് ആക്രോശിച്ചു. ജിൻഡോ തിരിച്ചു പോയി റൂമിലിരുന്നു. ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ജാസ്മിൻ മൈക്ക് ധരിക്കുക. ഇത് കേട്ട ജിൻഡോ, അവിടെ കൂടെ സായി ഉണ്ട്, അഭിഷേക് ഉണ്ട്, അവിടെ നിന്ന് കൂവിയിട്ട് മൈക്കിടടി എന്ന് പറയുന്നു. സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ടു പോയ ജാസ്മിൻ, അതായത് ജിൻഡോയുടെ മുമ്പിൽ തോറ്റുപോയ ജാസ്മിൻ അലറി വിളിക്കുന്നു, കാറുന്നു, മെൻ്റൽ ഹെൽത്ത് വീക്കായതുപോലെ കാണിക്കുന്നു. ലാസ്റ്റ് കൺഫെഷൻ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ട് വരുന്നു. ഭക്ഷണം കഴിക്കാതെ ഇരുന്ന ഗബ്രീനെ മെഡിക്കൽ റൂമിലും കൊണ്ടുപോകേണ്ടി വന്നു. ഗബ്രീനെ ജാസ്മിനെ ചേർത്ത് മാത്രമല്ല റസ്മിനെയും കൂടെ കൂട്ടി പറഞ്ഞതാണ് ഗബ്രിയുടെ ഈ നിരാഹാരത്തിൻ്റെ കാര്യം. ജാസ്മിൻ അവിടെ ഇരുന്ന് അലറി വിളിച്ച് ബിഗ് ബോസിനോട് കരയുന്നു, വീട്ടിൽ പോകണമെന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ജാനുവിനോട്, റിയൽ ലവ് ആണെങ്കിൽ ഇവർക്ക് ലവ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല, ഈ പറ്റിക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാം കഴിഞ്ഞ് ജാസ്മിൻ തിരിച്ചെത്തുന്നു. ഗബ്രിയും വരുന്നു. ഗബ്രി സ്നേഹത്തോട് കൂടിയിട്ട് ജാസ്മിനെ ചേർത്ത് പിടിക്കുന്നു. ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണേ, നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ജാസ്മിൻ പറയുകയാണ് ഗബ്രിയോട്, ഗബ്രി ഐ ലവ് യു. തിരിച്ച് ഗബ്രിയും പറയുകയാണ് ഐ ലവ് യു ജാസ്മിൻ. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ജാസ്മിനോട് അവനും പറയുന്നു ഐ ലവ് യു എന്ന്. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യമോ, നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റുമോ എന്ന്. ഇതൊന്നും അറിയാതെ റസ്മിൻ പോയിട്ട് ജിൻഡോട് പറയുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് വീക്കാണ് ജാസ്മിൻ്റെ, ദൈവത്തെ ഓർത്ത് ജാസ്മിനെ ആരും 2 ദിവസത്തേക്ക് ഒന്നും പറയരുതെന്ന്. പക്ഷേ അവിടെ അവരെ വീണ്ടും പ്രണയമല്ല കേട്ടോ, അവർ പറഞ്ഞ പോലെ പ്രണയത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തടഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പവർ റൂമിലോട്ട് ഒരാളെയും കൂടെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് നടന്നു. ക്യാപ്റ്റനായിട്ട് ജിൻഡോ പദവി ഏറ്റെടുത്തു. അപ്പോൾ ഇത്രയും മെൻ്റൽ ഹെൽത്ത് വീക്കായവർ എന്താ പറയുന്നതെന്ന് അറിയോ തമ്മിൽ, ഞാൻ ജിൻഡോയ്ക്ക് നേരെയാണ് കളിക്കാൻ പോകുന്നത്, ഗബ്രി പറയുന്നതാണ് കേട്ടോ, ജിൻഡോയ്ക്ക് നേരെയാണ് കളിക്കാൻ പോകുന്നത്, ജിൻഡോനെ ഞാൻ ഒതുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൾക്ക് മെൻ്റൽ ഹെൽത്ത് വീക്കാണ്, അതായത് ജാസ്മിന് മെൻ്റൽ ഹെൽത്ത് വീക്കാണെന്നും പറഞ്ഞ്, അതുപോലെ ഗബ്രിയുടെ മെൻ്റൽ ഹെൽത്ത് താഴെ പോയത്. ഞാൻ അധികം അങ്ങനെയാട്ടോ വിശ്വസിച്ചേ. അങ്ങനെ വിശ്വസിച്ചവരൊക്കെ മണ്ടന്മാരായി. ഇവർക്ക് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ആക്ട് കാണിച്ചതാണ്. ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് 2 പേരും ആക്ട് ചെയ്തതാണെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, കണ്ടവരുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ബൈ ഫ്രം വർഷ.